ഓൾ പാസ് എന്ന സംവിധാനം മാറ്റി എല്ലാം അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം മാത്രം പാസ് ചെയ്യുക എന്നൊരു സംവിധാനം അങ്ങ് കൊണ്ടുവരണം. ഇതിനുള്ള മറുപടി എന്താണ് അങ്ങേക്ക്? മിനിസ്റ്റർ, ഈ ഓൾ പാസ് മാത്രമല്ല, ഈ മിനിമം മാർക്ക് വേണം വിജയത്തിന് എന്ന നിലപാടാണല്ലോ സർക്കാരിനുള്ളത്. അപ്പൊ ഈ KSTV ഉൾപ്പെടെ എതിർത്തിട്ടും അല്ലെങ്കിൽ വലിയ എതിർപ്പൊക്കെ വന്നിട്ടും സർക്കാർ വഴങ്ങിയിട്ടില്ല. അത് ഈ ഒരു വിദ്യാഭ്യാസ രംഗത്തിന്റെ ഒരു ഗുണനിലവാരം ഉറപ്പാക്കാൻ ഇതൊരു അനിവാര്യമാണ്, അത്തരം ഒരു ഘട്ടം എത്തിയെന്ന് തോന്നൽ കൊണ്ടാണോ അങ്ങനെ ഒരു മാറ്റം? തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ ഓൾ പ്രൊമോഷനാണ്, എല്ലാവർക്കും പിന്നെ പ്രൊമോഷൻ കൊടുക്കുകയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനപ്രകാരം വന്നിട്ടുള്ള നിർദ്ദേശമാണ്. കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഒരു പ്രാവശ്യം തോറ്റാൽ പിന്നെ കുട്ടി സ്കൂളിലെത്തേക്ക് പോകാറില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കേരള ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കേരളം അത് അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ ഇപ്പോൾ പിന്നെ പദ്ധതി കൊണ്ടുവന്നിട്ട് 20 വർഷമായി. 20 കാലഘട്ടത്തിലെ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം ഓൾ പ്രൊമോഷൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയപ്പോൾ അത് വളരെ പുറകിലോട്ടാണെന്ന് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുന്നു. ഒന്ന്, ഇത് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല, കുട്ടിക്കൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ ഇത്രയും പാഠഭാഗം പഠിച്ച് തീർന്ന് വാശിയോടുകൂടി പരീക്ഷ എഴുതുന്ന ഉത്തരവാദിത്വമില്ല. പഠിപ്പിക്കുന്ന അധ്യാപകന് അത് വളരെ കാര്യമായി ശ്രദ്ധിക്കണമെന്നൊരു ഉത്തരവാദിത്വമില്ല. വീട്ടുകാർ ധരിക്കുന്നത് വെച്ചാൽ എന്തായാലും പഠിച്ചാലും അവൻ ജയിക്കുമല്ലോ എന്നുള്ള ധാരണ വന്നു. 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ പ്രയാസമേറിയ ഒരു കാര്യത്തിലെത്തി വരികയാണ്. 10ാം ക്ലാസ്സിലൊരു കുട്ടിക്ക് 20 മാർക്ക് നിരന്തര മൂല്യനിർണ്ണയത്തിന് കൊടുക്കാനുള്ള അവകാശം അധ്യാപകനുണ്ട്. അപ്പോൾ 100 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അത് 80 മാർക്ക് ചോദ്യത്തിന് ഉത്തരവും 20 മാർക്ക് സാറിന് മൂല്യനിർണ്ണയത്തിന് വേണ്ടിയുള്ള മാർക്ക് കൊടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ 80 മാർക്കിന് ശരി ഉത്തരം എഴുതിയാൽ അതിൽ 10 മാർക്കിൻ്റെ ഉത്തരം ശരിയായാൽ മതി, 20, 10, 30 മാർക്ക് കുട്ടിക്ക് കിട്ടുന്നു. 50 മാർക്കിൻ്റെ ചോദ്യപേപ്പറാണെങ്കിൽ 1 മണിക്കൂർ നേരം കൊണ്ട് ആണ് എഴുതി തീരേണ്ടത്. അങ്ങനെ വരുമ്പോൾ സാറിന് 10 മാർക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അപ്പോൾ 5 മാർക്ക് കുട്ടി എഴുതിയാൽ മതി, 5 മാർക്കിൻ്റെ ഉത്തരം കുട്ടി എഴുതിയാൽ മതി. അപ്പോൾ 15 മാർക്ക് കിട്ടും, കുട്ടി ജയിച്ചു. അങ്ങനെ ഒരു അവസ്ഥ ഇന്നിപ്പോൾ നിൽക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറിക്ക് അതല്ല, സബ്ജക്റ്റ് മിനിമം 30% വാങ്ങണമെന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിലും ദേശീയ സർവകലാശാലകളിലും കേന്ദ്ര യൂണിവേഴ്സിറ്റികളിലുമൊക്കെ തന്നെ എല്ലാം ഇപ്പം എൻട്രൻസ് പരീക്ഷയാണ്. അതിന് നമ്മുടെ കുട്ടികൾ പിന്തള്ളപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ അക്കാഡമിക്